പ്രിയപ്പെട്ട അധ്യക്ഷൻ സഖാവ് കുട്ടൻ, വേദിയിലുള്ള നമ്മുടെ പാർട്ടിയുടെ നാഷണൽ കൗൺസിൽ അംഗവും സംസ്ഥാന മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള സഖാവ് ജെ ചിഞ്ചുറാണി, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ഇന്ന് നമ്മുടെ പൂർവ്വകാല നേതാക്കന്മാരെയും കുടുംബത്തെയും ആദരിച്ച പാർട്ടിയുടെ പ്രിയപ്പെട്ട ജില്ലാ സെക്രട്ടറി സഖാവ് ടി കെ കൃഷ്ണദാസ്, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന നമ്മുടെ വാസുദേവൻ മാഷും അഡ്വക്കേറ്റ് സമദും അടക്കമുള്ള പ്രിയമുള്ള നേതാക്കന്മാരെ, ഇന്നത്തെ ഈ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗങ്ങളും പാർട്ടി ബന്ധുക്കളും പൂർവ്വകാല നേതാക്കന്മാരും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ ആയിട്ടുള്ള ഏറ്റവും സ്നേഹം നിറഞ്ഞ സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 100ാം വാർഷികാഘോഷ പരിപാടി രാജ്യവ്യാപകമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തിൻ്റെ മറ്റൊരു പ്രത്യേകത നിങ്ങൾക്കറിയാം. പാർട്ടിയുടെ 25ാം പാർട്ടി കോൺഗ്രസ് ചണ്ഡീഗഡിൽ വെച്ച് സെപ്റ്റംബർ മാസത്തിൽ നടക്കാൻ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള നമ്മുടെ സമ്മേളനങ്ങളും നടക്കുന്നത് ഈ വർഷം തന്നെയാണ്. നല്ല കർക്കിടക മാസമാണെങ്കിൽ പോലും വളരെ ആവേശകരമായ രീതിയിൽ പാർട്ടിയുടെ എല്ലാ സമ്മേളനങ്ങളും എല്ലാ ജില്ലകളിലും നടന്നു വരികയാണ്. പാർട്ടിയുടെ മലപ്പുറം ജില്ലാ സമ്മേളനം ഈ ഓഗസ്റ്റ് മാസത്തിൽ നടക്കാൻ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ട് കൂടിയാണ് കൊണ്ടോട്ടി പാർട്ടി മണ്ഡല സെക്രട്ടറിയുടെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും പോരാട്ടങ്ങളുടെയും ഒരു 100 വർഷം പിന്നിടുന്ന ഒരു ചരിത്രപരമായ ഒരു മുഹൂർത്തമാണ് 2025. 1925 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായി ഡിസംബർ 26-ാം തീയതി കാൺപൂരിൽ വെച്ചാണ് പാർട്ടിയുടെ രൂപീകരണം നടന്നിട്ടുള്ളത്. ലോകപ്രസിദ്ധനായിട്ടുള്ള ഉറുദു കവി, ഭാരതത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലും സാഹിത്യ സാംസ്കാരിക ചരിത്രത്തിലും ഏറ്റവും തിളങ്ങി നിൽക്കുന്ന ഒരു മഹാനായ കവിയാണ്. അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിലാണ് പാർട്ടിയുടെ അഖിലേന്ത്യാ രൂപീകരണ സമ്മേളനം ഹസ്രത്ത് മഹാനിയുടെ അധ്യക്ഷതയിൽ ചേർന്നത്. ഇൻകുലാബ് സിന്ദാബാദ് നമ്മളെല്ലാവരും വിളിക്കുന്ന മുദ്രാവാക്യമാണ്. ആ ഇൻകുലാബ് സിന്ദാബാദ് എന്ന ആ മുദ്രാവാക്യം രചിച്ച മഹാനായ കവിയാണ് ഹസ്രത്ത് മഹാനി. ഇന്ന് നാം ചുണ്ടിൽ തത്തിക്കളിക്കുന്ന നിരവധി ഗസൽ ഗാനങ്ങൾ രചിച്ചിട്ടുള്ള ഒരു കവി കൂടിയാണ് ഹസ്രത്ത് മഹാനി. സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്നു. 1925 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം നടക്കുമ്പോൾ അതിൻ്റെ അധ്യക്ഷത വഹിച്ച ഒരു മഹാനെ പറ്റിയാണ് ഞാൻ സൂചിപ്പിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1925 രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രഗതി തന്നെ മാറി എന്ന് നമുക്ക് വേണമെങ്കിൽ സൂചിപ്പിക്കാം. CPI എന്ന സംഘടന ഇന്ത്യയിൽ രൂപീകരിക്കപ്പെടുമ്പോൾ അത് സുപ്രഭാതത്തിൽ അങ്ങനെ ഒരു സംഘടന ഉണ്ടായതല്ല. ഇന്ത്യയിൽ നാനാഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന വിപ്ലവ ഗ്രൂപ്പുകൾ ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാർ അതിന് മുമ്പ് തന്നെ നമ്മുടെ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഇന്ത്യക്ക് പുറത്തും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന് മുന്നോടിയായിട്ടുള്ള ഒരുപാട് സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്.
മാത്രമല്ല അതിനു മുമ്പ് 1920 ഇന്ത്യയിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനം അതിനു മുമ്പ് തന്നെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. 1920 ഇന്ത്യയിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ സംഘടനയായിട്ടുള്ള AITUC എന്ന സംഘടന ഉണ്ടാവുന്ന 1920 ലാലാ ലജ്പത് റായ് എന്ന് പറയുന്ന മഹാനായ പഞ്ചാബിൻ്റെ സിംഹം എന്നറിയപ്പെട്ടിരുന്ന ബ്രിട്ടീഷുകാരുടെ മർദ്ദനമേറ്റ് രക്തസാക്ഷിത്വം ഭരിച്ച ഏറ്റവും ധീരനായ വിപ്ലവകാരി ആയിരുന്നു AITUCയുടെ ആദ്യത്തെ പ്രസിഡന്റ്. അദ്ദേഹത്തോടൊപ്പം ഇന്ത്യയിലെ വിപ്ലവകാരികളായിരുന്ന നിരവധി നേതാക്കന്മാർ ചേർന്ന് നേതൃത്വം നൽകിയിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അടക്കമുള്ള എസ്.എ. ഡാംഗെ അടക്കമുള്ള ഒരുപാട് നേതാക്കന്മാർ നേതൃത്വം നൽകിയിരുന്ന AITUC അതിനു മുമ്പ് തന്നെ ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. 20-25 കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നിർണായകമായ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക്, സൗത്ത് ആഫ്രിക്കയിൽ നിന്നും അദ്ദേഹം ഇന്ത്യയിലേക്ക് കടന്നു വരുന്നതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വ പദവി ഏറ്റെടുക്കുന്നതും 1920 അതിനുശേഷമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഒരു വലിയ മാറ്റം ഉണ്ടാവുന്നത്. 1921 AICC സമ്മേളനത്തിൽ ആദ്യമായി ഇന്ത്യക്ക് പൂർണ്ണ സ്വരാജ് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിക്കുന്നത് ഞാൻ നേരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച, അതിനു മുമ്പ് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ഔപചാരികമായ രൂപമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന, അന്ന് കോൺഗ്രസിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അസ്രത് മഹാനിയാണ് ആദ്യമായി പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം AICC സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നത്. എന്നാൽ അന്ന് മഹാത്മാഗാന്ധി അടക്കം ഉള്ള ആളുകൾ പറഞ്ഞത് ആ രീതിയിൽ ചിന്തിക്കേണ്ട സമയമായിട്ടില്ല എന്നാണ് മഹാത്മാഗാന്ധി പോലും അന്ന് പറഞ്ഞത്. അതുകൊണ്ട് പ്രമേയം പാസ്സായില്ല. വീണ്ടും ആ പ്രമേയം കമ്മ്യൂണിസ്റ്റുകാർ അവതരിപ്പിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1925 രൂപീകരിക്കപ്പെടുമ്പോൾ AICC സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജ് അംഗീകരിച്ചില്ലെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിൻ്റെ ലക്ഷ്യം ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കരസ്ഥമാക്കി ഇന്ത്യയിൽ സ്ഥിതി സമത്വമുള്ള ഒരു, ഏറ്റവും പാവപ്പെട്ടവന് പോലും നീതി ലഭിക്കുന്ന ഒരു സോഷ്യലിസ്റ്റ് ഇന്ത്യ കെട്ടിപ്പടുക്കാൻ വേണ്ടി, സാമ്രാജ്യത്വത്തിനെതിരെ പടപൊരുതാൻ വേണ്ടിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1925 രൂപീകരിക്കപ്പെട്ടത്. 1929 ആകുമ്പോഴേക്കാണ് പൂർണ്ണ സ്വരാജ് എന്ന മുദ്രാവാക്യം AICC തന്നെ അംഗീകരിക്കുന്നത് 1929. അതിനർത്ഥം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നിർണായകമായ, ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യക്ക് പൂർണ്ണ സ്വരാജ് വേണം എന്ന ആശയം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വിത്തിട്ട് മുളപ്പിച്ച പ്രസ്ഥാനമാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് ശേഷമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് മാറ്റം ഉണ്ടാവുന്നത്. 1920 രൂപീകരിക്കപ്പെട്ട ഇന്ത്യയിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നിർണായക ഘട്ടങ്ങളിലെല്ലാം AITUC എന്ന തൊഴിലാളി വർഗ പ്രസ്ഥാനം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. 1925 ശേഷം 1936 ആകുമ്പോഴേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നിരവധി ബഹുജന സംഘടനകൾ ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ടു. അഖിലേന്ത്യാ കിസാൻ സഭ രൂപീകരിക്കപ്പെട്ടത് 1936 കർഷകരുടെ സംഘടന. ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെ ആദ്യത്തെ സംഘടനയായ ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ AISF രൂപീകരിക്കപ്പെട്ടത് 1936. പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന എഴുത്തുകാരുടെ സംഘടന രൂപീകരിക്കപ്പെട്ടത് 1936. ഇന്ത്യയിലെ കലാകാരന്മാരുടെ, അഭിനേതാക്കളുടെ, നടന്മാരുടെ, തിയേറ്റർ ആർട്ടിസ്റ്റുകളുടെ സംഘടനയായ ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ IPTA എന്ന സംഘടന രൂപീകരിക്കപ്പെട്ടതും 36കളിലാണ്.
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നേറ്റത്തിന് നാനാ മേഖലയിലെ ജനവിഭാഗങ്ങളെ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളയിലേക്ക്, അതിന്റെ ഒഴുക്കിലേക്ക്, അതിന്റെ മുന്നണി പടയാളികളായി മുന്നോട്ട് നയിക്കുന്നതിലേക്ക് രൂപപ്പെടുത്തിയെടുക്കുന്നതിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ മാത്രമല്ല നിരവധി വർഗബോധന പ്രസ്ഥാനങ്ങളെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഉയർത്തിക്കൊണ്ടുവരികയുണ്ടായി. 1947 ആകുമ്പോഴേക്കും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഐതിഹാസികമായ ഒട്ടനവധി പോരാട്ടങ്ങൾ ഇന്ത്യയിൽ ഉടലെടുത്തപ്പോൾ 1934 സർദാർ ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെടുകയും അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം, ഭഗത് സിംഗിന്റെയും രാജ്ഗുരുവിന്റെയും സുഖദേവിന്റെയും രക്തസാക്ഷിത്വം ഇന്ത്യയിലെ വിപ്ലവകാരികൾക്ക് വലിയ ഊർജം പകരുന്ന, സ്വാതന്ത്ര്യ സമരത്തിന് ഏറ്റവും വലിയ ശക്തി പകർന്ന രക്തസാക്ഷിത്വങ്ങളായിരുന്നു. മാതാങ്കരി ഹസ്രയും ഹെമു കലാനിയും അടക്കമുള്ള എടുത്തു പറയേണ്ടവരും ഓർമ്മയില്ലാത്തവരും സ്മൃതിപഥങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടവരുമായിട്ടുള്ള 10,000-കണക്കിന് മനുഷ്യർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ബലിയാടുകളായപ്പോൾ, രക്തസാക്ഷിത്വം വരിച്ചപ്പോൾ, ജീവൻ പിടിച്ചപ്പോൾ അതിലെല്ലാം കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ഉണ്ടായിരുന്നു. മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാക്കന്മാരൊക്കെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടുമ്പോൾ ആ പോരാട്ടത്തിന്റെ ഭൂമികയിൽ ചെങ്കൊടി പ്രസ്ഥാനത്തിന്റെ പങ്ക് നിഷേധിക്കാൻ കഴിയുന്നതല്ല. നിരവധി രക്തസാക്ഷികൾ. ഞാൻ വരുന്ന നാട് അന്തിക്കാട്ടെ രക്തസാക്ഷി ഗ്രാമത്തിൽ നിന്നാണ്. 1947 ആഗസ്റ്റ് മാസം 15-ാം തീയതി ഇന്ത്യ മുഴുവൻ സ്വാതന്ത്ര്യം ലഭിച്ച ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ഐതിഹാസികമായ സമരം മൂലം അന്തിക്കാട്ട് ഗ്രാമത്തിൽ കർഫ്യൂ പ്രഖ്യാപിക്കുകയായിരുന്നു. 48 മണിക്കൂർ കർഫ്യൂ. സ്വാതന്ത്ര്യ സമര ദിനത്തിൽ പുലരിയിൽ പോലും ബ്രിട്ടീഷുകാരുടെ കർഫ്യൂ നേരിടേണ്ടി വന്ന ഗ്രാമമാണ് എൻ്റെ ഗ്രാമം. അവിടെ മാത്രമല്ല, കയ്യൂരും കരിവള്ളൂരും കാവുമ്പായിലും മുനയൻകുന്നിലും അന്തിക്കാട്ടും ആമ്പല്ലൂരിലും പുന്നപ്രയിലും വയലാറിലും തേബാഗയിലും എന്ന് തുടങ്ങി രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ ഓരോ പ്രദേശത്തെയും മനുഷ്യന്റെ അവകാശങ്ങൾക്ക് വേണ്ടി നടന്ന പോരാട്ടങ്ങളെ സ്വാതന്ത്ര്യ പോരാട്ടവുമായി ഘടിപ്പിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒഴുക്കിയ രക്തമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയ അതിന്റെ ഈടുവയ്പ്. നമുക്കാർക്കും നിഷേധിക്കാൻ കഴിയുന്ന കാര്യങ്ങളില്ല. അതിന്റെ അർത്ഥം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാനപ്പെട്ട പോരാളികൾ എന്ന് അവകാശപ്പെടാൻ വേണ്ടിയല്ല. ഇന്ത്യയുടെ ദേശാഭിമാന ചരിത്രത്തിലെ നിർണായകമായ പങ്കുവഹിച്ച പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ബോംബെയിലെ നാവിക കലാപം ഉണ്ടായപ്പോൾ ആ കലാപത്തിന് പിന്തുണ പ്രഖ്യാപിച്ച പാർട്ടിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ATUC, AISF, അഖിലേന്ത്യാ കിസാൻ സഭ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകേണ്ട രീതിയിലേക്ക് അതിശക്തമായ പോരാട്ടത്തിന്റെ പോർമുഖങ്ങൾ തുറക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വഹിച്ച പങ്ക് വളരെ വലുതാണ്. അത് നിഷേധിക്കാൻ കഴിയുന്നതല്ല എന്ന് ഓർമ്മപ്പെടുത്താനാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രം നടന്ന സമരങ്ങളല്ല, ഉച്ചനീചത്വങ്ങൾക്കെതിരായി നടന്ന പോരാട്ടങ്ങൾ, മനുഷ്യനായി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ വ്യക്തിയുടെയും അവകാശങ്ങൾ അവന്റെ ഉള്ളിലേക്ക് അങ്കുരിപ്പിക്കാനും അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കാനും പ്രേരിപ്പിച്ച ഒട്ടനവധി സമരങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ചരിത്രം ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും പണ്ഡിറ്റ് കറുപ്പനും അയ്യങ്കാളിയും അങ്ങനെ തുടങ്ങി നമ്മുടെ ഈ സംസ്ഥാനത്ത് നടന്നിട്ടുള്ള, നമ്മുടെ രാജ്യത്തിലെ മനുഷ്യർക്ക് വേണ്ടി നടന്ന പോരാട്ടങ്ങളുടെ പിന്മുറക്കാരായി മാറിയത് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. അതിന്റെ പിന്തുടർച്ചയായി ഈ സംസ്ഥാനത്ത് നടന്നിട്ടുള്ള ഉച്ചനീചത്വങ്ങൾക്കെതിരായി, ജാതി മേൽക്കോയ്മയ്ക്കെതിരായി, ജന്മി മാടമ്പിത്തത്തിനെതിരായി, തൊഴിലാളിക്ക് വേണ്ടി, കർഷകർക്ക് വേണ്ടി, പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി അവന്റെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ വേണ്ടി അവനെ പ്രേരിപ്പിക്കുകയും ശക്തി പകരുകയും ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വമായിരുന്നു കേരളത്തിൽ.
നിരവധി സമരങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയും. ഇന്ന് ഇത് പറയാൻ കാരണം 1925 പ്രത്യേകതയുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ടു 1925 എന്ന് പറയുന്നത് പോലെ തന്നെ വർഗസമര രാഷ്ട്രീയത്തിന്റെയും സ്ഥിതി സമത്വത്തിന്റെയും ഉച്ചനീചത്വങ്ങൾക്കെതിരെയും മനുഷ്യത്വത്തിനും മാനവികതയ്ക്കും വേണ്ടി കാർൽ മാർക്സ് പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ വാക്കുകൾ സംഗീതം പോലെ ആസ്വദിക്കുന്ന ഒരു കാലം വരും എന്ന് ചിന്തിച്ച് പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത് 1925 എന്ന് നാം പറയും പോലെ തന്നെ ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വിപത്തായി മാറിയിരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് പ്രസ്ഥാനമായ RSS എന്ന രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്ന പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടതും 1925 ഒരു വിജയദശമി ദിനത്തിലായിരുന്നു എന്നതും ഇവിടെ ഓർക്കേണ്ടതുണ്ട്. വർഗസമര രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഏറ്റവും വലിയ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ പൈതൃകത്തിനും ഈ രാജ്യത്തിന്റെ പോരാട്ട ചരിത്രത്തിനും ഘടകവിരുദ്ധമായി 2025 നമ്മുടെ രാജ്യത്തിൽ അധികാരത്തിലിരിക്കുന്നത് ഇന്ത്യ ഏറ്റവും അധികം പേടി സ്വപ്നമായി കണ്ടിരുന്ന ഇന്ത്യയിലെ എല്ലാ ദേശാഭിമാനികളും ദേശസ്നേഹികളും സഖ എം.എൻ. റോയിയെ പോലെ PC ജോഷിയെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റുകാരും ഭാവിയിൽ ഇന്ത്യ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വിപത്ത് ഹിന്ദു ഫാസിസത്തിന്റെ വിപത്തായിരിക്കും എന്ന് മുൻകൂട്ടി കണ്ടിട്ട് പോലും 100 വർഷം പിന്നിടുന്ന വേളയിൽ ഇന്ന് RSS ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അധികാരത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ വിധി വൈപരീത്യം. ഭാരതം എന്ന് പറയുന്ന മഹത്തായ ആശയം, ഇന്ത്യ എന്ന ആശയത്തെ ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കുമ്പോൾ ഭരണഘടനാ ശില്പികൾ ആ ഒരു ആശയത്തെ ഉദ്ദീപിപ്പിക്കുമ്പോൾ ആ ആശയത്തിന്റെ മഹത്തായ വൈവിധ്യത്തിന്റെയും വൈജാത്യത്തിന്റെയും നാനാത്വത്തിൽ ഏകത്വത്തിന്റെയും മഹത്തായ ഭാരതത്തിന്റെ ആ ഒരു ആശയത്തിന് ഘടകവിരുദ്ധമായി സങ്കുചിതത്വത്തിന്റെയും വെറുപ്പിന്റെയും വിപൽക്കരമായ ആശയമായി കൊണ്ടാടുന്ന മതരാഷ്ട്രവാദികൾ, അതിനെതിരായി ചിന്തിച്ച മതരാഷ്ട്രവാദികൾ നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ വിധി വൈപരീത്യം. അതൊരു വലിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ അതിൽ ഏറ്റവും വലിയ സംഗതി 947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയം വരെ നടന്നിട്ടുള്ള ഓരോ പോരാട്ടങ്ങളുടെ മുഖങ്ങളിലും അതിന്റെ 7 ഇലക്കത്ത് പോലും വരാത്തവരായിരുന്നു RSSകാർ എന്നുള്ളതാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ ഇന്ത്യയിലെ മറ്റ് വിപ്ലവ പ്രസ്ഥാനത്തിനോ ജനാധിപത്യ മൂവ്മെന്റുകൾക്കോ ബന്ധമുള്ളതുപോലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ ഒരു ബന്ധവുമില്ലാത്ത ഒരു പ്രസ്ഥാനമാണ് RSS. അവർ സ്വാതന്ത്ര്യ സമരത്തെ അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല, അവർ ഭാരതത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്നവരായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന രാഷ്ട്രീയ ശക്തിയാണ് RSS. അവരൊരിക്കലും 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ഇന്ത്യ എന്ന ആശയമായിരുന്നില്ല RSSന്റെ ആശയം. സ്വാതന്ത്ര്യ സമരകാലത്ത് ഗുരുജി ഗോൾവാൾക്കർ, ഹെഡ്ഗേവാർ പോലെയുള്ള RSSന്റെ പണ്ഡിതന്മാരായിട്ടുള്ള നേതാക്കന്മാർ അവരുടെ അണികളോട് പറഞ്ഞത്, ബ്രിട്ടീഷുകാരല്ല നമ്മുടെ ശത്രുക്കൾ, നാം സ്വപ്നം കാണുന്ന ഭാരതത്തിലെ നമ്മുടെ ശത്രുക്കൾ ബ്രിട്ടീഷുകാരല്ല. നമ്മുടെ ആഭ്യന്തര ശത്രുക്കൾക്കെതിരായി യുദ്ധം ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളുടെ ഊർജം നിങ്ങൾ മാറ്റിവെക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രസ്ഥാനത്തിലെ ചെറുപ്പക്കാരെ, നിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരായി വൃഥ യുദ്ധം നടത്തേണ്ടവരല്ല, നമ്മുടെ ആഭ്യന്തര ശത്രുക്കളായിരിക്കുന്ന മുസ്ലിങ്ങൾക്കെതിരായി, കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായി, ക്രിസ്ത്യാനികൾക്കെതിരായി പോരാടാൻ വേണ്ടി നിങ്ങളുടെ ഊർജം മാറ്റിവെക്കേണ്ടതാണ് നിങ്ങളുടെ ചരിത്രപരമായ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ നേതൃത്വം ഉണ്ടായിരുന്ന പ്രസ്ഥാനമാണ് RSS. RSS ആണെന്ന് ഇന്ത്യയിൽ അധികാരത്തിൽ വന്നിരിക്കുന്നത്.
ജാതീയതയുടെയും മതത്തിൻ്റെയും വർഗീയതയുടെയും വിഷലിപ്തമായ രാഷ്ട്രീയം കൂട്ടിക്കലർത്തി ഘട്ടം ഘട്ടമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് പദസഞ്ചലനം നടത്തി ഇന്ന് അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നു RSS. നമ്മുടെ രാജ്യം 100 വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പിന്നിടുമ്പോൾ നാം ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി കൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. എങ്ങനെയാണ് RSS ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് അധികാര സ്ഥാനത്തിലേക്ക് എത്താൻ വഴിവെച്ചിട്ടുണ്ടായിരുന്നു? ഇന്ത്യ ഗേറ്റിൽ ആലേഖനം ചെയ്തിരിക്കുന്ന 1,00,000-ലധികം പേരുകൾ ഇന്ത്യക്ക് വേണ്ടി മരിച്ചുപോയ മഹാന്മാരായ രക്തസാക്ഷികളുടെ പേരുകളുണ്ട്. അതിൽ 60,968 പേരുകളും ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരായി പോരാടി മരിച്ച മനുഷ്യരുടെ പേരുകൾ മുസ്ലിം നാമധാരികളുടെ പേരുകളാണ്. 68% പേരുകൾ മുസ്ലിം നാമധാരികളായവരുടെ പേരുകളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചവരുടെ പേര് പറഞ്ഞപ്പോഴും ആ പേരും ഹസൻ മൊഹാനി എന്ന് പറയുന്ന ജന്മം കൊണ്ട് ഒരുപക്ഷെ മുസൽമാനായ മനുഷ്യന്റെ പേരാണ്. എന്നിട്ടും RSS അവർ സ്വപ്നം കാണുന്ന ഭാരതത്തിൽ മതന്യൂനപക്ഷങ്ങൾക്ക് സ്ഥാനമില്ല എന്ന് പറയുന്ന ഏറ്റവും പ്രതിലോമകരമായ രാഷ്ട്രീയത്തിന് എങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അധികാരത്തിലേറാൻ കഴിയും വിധത്തിൽ അവർക്ക് സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സ്വാതന്ത്ര്യ ശേഷം നടന്നിട്ടുള്ള പോരാട്ടങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങളും ഫാസിസത്തിനും വർഗീയതയ്ക്കുമെതിരായ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളാണ്. പക്ഷേ ഇന്ത്യൻ പാർലമെന്റിനകത്ത് പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിരലിൽ ഉണ്ടാവുന്ന ആളുകൾ മാത്രമേ ഇന്ന് ബാക്കിയുള്ളൂ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിന്റെ പരാജയമാണോ? നാം പറയുന്നു ഇത് പ്രത്യയശാസ്ത്രത്തിന്റെ പരാജയമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രസക്തി ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരികയാണ്. RSSന്റെ പ്രത്യയശാസ്ത്രത്തെ പരാജയപ്പെടുത്തണമെങ്കിൽ BJP ഉയർത്തുന്ന വർഗീയ ഫാസിസ്റ്റ് വെല്ലുവിളിയെ പരാജയപ്പെടുത്തണമെങ്കിൽ നമുക്കുണ്ടാവേണ്ടത് ആശയപരമായി RSS എതിർക്കാൻ കഴിയുന്ന പ്രത്യയശാസ്ത്രപരമായ തന്റെ ഇടവും ഉറച്ച നിലപാടുകളുമാണ്. ആ നിലപാടുകളുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ പാർട്ടിയുടെ 25ാം പാർട്ടി കോൺഗ്രസ് നടക്കാൻ പോകുന്ന ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിന്തിക്കുന്നത് ഇന്ത്യ ഇന്ന് നേരിടുന്ന ഈ വർഗീയ ഫാസിസത്തെ എങ്ങനെ ജനാധിപത്യ രീതിയിൽ തന്നെ ഇന്ത്യൻ ജനതയുടെ പങ്കാളിത്തത്തോടു കൂടി തന്നെ അവരെ എങ്ങനെ തകർത്ത് ഇന്ത്യയിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 25ാം പാർട്ടി കോൺഗ്രസിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ചാ വിഷയം. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോഴും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വലിയ ചരിത്രപരമായ വലിയ പങ്കുള്ള പ്രസ്ഥാനമാണ്. എന്തുകൊണ്ടാണ് RSS ജനാധിപത്യ മാർഗത്തിലൂടെ തന്നെ ഇന്ത്യയിലേക്ക് അധികാരത്തിൽ വരാൻ ഇടയാക്കിയ ചരിത്രപരമായ സാഹചര്യങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ നാം വിലയിരുത്തേണ്ടതുണ്ട്. ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ട ചില വസ്തുതകളുണ്ട്. 948 മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടു. വെറുതെ മരിച്ചതല്ല, വെടിവെച്ചു കൊന്നതാണ്. നാഥുറാം വിനായക് ഗോഡ്സെയും ഗോപാൽ ആപ്തെയും നാരായണ ആപ്തെയും തൂക്കിക്കൊല്ലുമ്പോ അവർ കോടതി മുറിയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നാഥുറാം വിനായക് ഗോഡ്സെ അദ്ദേഹം പറഞ്ഞു, മഹാത്മാഗാന്ധിയോട് എനിക്ക് വ്യക്തിപരമായ ഒരു വിരോധമില്ല. അദ്ദേഹം മഹാനായ ഒരു മനുഷ്യ സ്നേഹിയാണെന്ന് എനിക്കറിയാം. പക്ഷേ മഹാത്മാഗാന്ധി ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന എന്റെ ഹിന്ദുത്വ രാഷ്ട്രീയ ആശയത്തിന് അന്ത്യം കുറിക്കും. അതുകൊണ്ട് ലോകത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനായാൽ പോലും മഹാത്മാഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട ഉതിർക്കാൻ എനിക്കൊരു മടിയും ഉണ്ടായില്ല. ആ കാരണത്താലാണ് ഞാൻ ഗാന്ധിയെ കൊന്നത് എന്ന് നാഥുറാം വിനായക് ഗോഡ്സെ പറഞ്ഞു.
നാഥുറാം വിനായക് ഗോഡ്സെ RSSകാരനാണോ? നാഥുറാം വിനായക് ഗോഡ്സെ RSSകാരനാണ് എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തതിന്റെ പേരിൽ RSSന്റെ സംസ്ഥാന കമ്മിറ്റി എനിക്കെതിരായി കണ്ണൂർ കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്ര നിഷേധിച്ചാലും ഒരു കാര്യം വ്യക്തമാണ്, നാഥുറാം വിനായക് ഗോഡ്സെയും നാരായണ ആപ്തെയും ഗോപാൽ ഗോഡ്സെയും അവരുടെ ഓർമ്മക്കുറിപ്പുകളിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് ഞങ്ങൾ കളിച്ചതിനേക്കാൾ ചെലവഴിച്ചതിനേക്കാൾ അധികം സമയം ഞങ്ങൾ ചിലവഴിച്ചത് നാഗപ്പൂരിലെ RSSന്റെ വീട്ടുമുറ്റത്താണ്. ഞങ്ങളെ വളർത്തിയത്, ഞങ്ങളെ ആശയഗതിയിലേക്ക് കൊണ്ടുവന്നതെല്ലാം സംഘമായിരുന്നു എന്ന് പറയുമ്പോൾ ആ ബന്ധത്തെപ്പറ്റി എന്തിനാണ് സംശയിക്കുന്നത്? മഹാത്മാഗാന്ധിയെ കൊല്ലാനുള്ള കാരണം നാഥുറാം വിനായക് ഗോഡ്സെ വ്യക്തമാക്കുകയുണ്ടായി. കാരണം രാഷ്ട്രീയമാണ്, അത് മതപരമല്ല കാര്യം. മതത്തെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന് അധികാരം ലഭിക്കണമെങ്കിൽ മതാധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കണം. അത് ഭൂരിപക്ഷ മതമായിരിക്കുന്ന ഹിന്ദുത്വത്തിന്റെ രാഷ്ട്രീയമാണ്. ആ ഹിന്ദുത്വ രാഷ്ട്രീയമാണ് ഇന്ന് അധികാരത്തിലിരിക്കുന്നത്. 48-ൽ മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിക്കും മുമ്പ് ഇന്ത്യയിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ കൂടി വിലയിരുത്തുമ്പോഴാണ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. 47-ൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ 2 രാജ്യങ്ങളായിട്ടാണ് ഇന്ത്യ മാറിയത്. ഒന്ന് പാകിസ്ഥാനും ഒന്ന് ഇന്ത്യയും. ഇന്ത്യ എന്ന ആശയം സ്വാതന്ത്ര്യ സമരത്തിൽ രൂപീകരിക്കപ്പെടുമ്പോൾ 2 രാജ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി വിഭജനത്തെ എതിർത്തു. ഗാന്ധിജി പറഞ്ഞു, നമ്മൾ സ്വപ്നം കണ്ട ഭാരതത്തിൽ 2 രാജ്യമില്ല, അതുകൊണ്ട് വിഭജനത്തെ ഞാൻ എതിർക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിഭജനത്തെ ശക്തമായിട്ട് എതിർത്തു. പക്ഷേ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാൻ വിഭാഗം ഉന്നയിക്കുകയും ബ്രിട്ടീഷുകാർ പാകിസ്ഥാൻ രൂപീകരിക്കുകയും ചെയ്ത ചരിത്രമാണ്. ഞാൻ എത്രയിൽ പോകുന്നില്ല. അപ്പോൾ അവിടെ ഒരു മുസ്ലിം രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നു. ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തിന് വിരുദ്ധമായി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടീഷുകാർ നമുക്ക് നൽകിയ സമ്മാനങ്ങളിൽ ഒന്ന് നമുക്കെതിരായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രത്തെ ഉണ്ടാക്കി എന്നുള്ളതാണ്. ഒരു മതരാഷ്ട്രമാണ്. ആ മതരാഷ്ട്രം രൂപീകരിക്കപ്പെട്ടപ്പോ ദ്വിരാഷ്ട്രവാദത്തെ അംഗീകരിച്ച, സ്വാഗതം ചെയ്ത ഇന്ത്യയിലെ ഏക പ്രസ്ഥാനം മുസ്ലിം ലീഗ് കഴിഞ്ഞാൽ അത് RSS ആണ്. എന്തുകൊണ്ടായിരുന്നു ചോദിച്ചാൽ, അവരുടെ സ്വപ്നം ബ്രിട്ടീഷുകാർക്കെതിരായി പോരാടി ഊർജം കളയേണ്ടതില്ല എന്ന് പറഞ്ഞ RSS നേതൃത്വം സ്വപ്നം കണ്ടത് ഒരു മുസ്ലിം മതരാഷ്ട്രം അപ്പുറത്തുണ്ടാകുമ്പോൾ ശേഷിക്കുന്ന രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളത് ഏറ്റവും എളുപ്പത്തിൽ നടക്കാൻ കഴിയുന്ന ഒരു വിപ്ലവമാണ് അവരുടെ ഭാഷയിൽ. അതിനുള്ള ഏറ്റവും നല്ല സാഹചര്യമായിട്ടാണ് RSS ഇന്ത്യ പാക് വിഭജനത്തെ അവർ കണ്ടത്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം കേവലം ഒരു ഒപ്പുവെക്കലിലൂടെ മാത്രം അവസാനിക്കുന്നതായിരുന്നില്ല. പാക് വിഭജനം ഇന്ത്യയിൽ ഏറ്റവും വലിയ വർഗീയ കലാപങ്ങൾക്ക് തിരികൊടുത്ത, ഏറ്റവും രക്തരൂക്ഷിതമായ ദിനങ്ങൾക്ക് പിറവി കൊടുത്ത സന്ദർഭമായിരുന്നു. 10,000-കണക്കിന് ആളുകൾ ഇൻഡോ പാക് വിഭജനത്തെ തുടർന്ന് വർഗീയ കലാപത്തിൽ കൊല്ലപ്പെട്ടു. പാലായനങ്ങളുണ്ടായി. RSSഉം ഹിന്ദു മഹാസഭയും ഒക്കെ ഈ സന്ദർഭത്തെ ഏറ്റവും ശക്തമായി, ആസൂത്രിതമായി രാജ്യത്ത് വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കി, ഹിന്ദു മുസ്ലിം കലാപങ്ങൾ ഉണ്ടാക്കി. ഇന്ത്യയിലെ മുസൽമാന്മാരെ മുഴുവനും പാകിസ്ഥാനിലേക്ക് അടിച്ചോടിക്കണം എന്ന നിലയിലേക്കുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഏറ്റവും ഹീനമായ, ഏറ്റവും ഭീകരമായ വർഗീയ കലാപങ്ങൾ ഇന്ത്യയിൽ മുഴുവൻ ആളിക്കത്തിച്ചത് അന്നായിരുന്നു. അതുവരെ പുറത്തെടുക്കാതിരുന്ന RSSന്റെ ചെറുപ്പക്കാരുടെ ഊർജം മുഴുവനും
ഇന്ത്യ പാകിസ്ഥാൻ വിഭജനമുണ്ടായ സന്ദർഭത്തിലാണ് അവർ പുറത്തെടുത്തത്. എന്തിനു വേണ്ടി? വർഗീയ കലാപങ്ങൾക്ക് വേണ്ടി. മഹാത്മാഗാന്ധി പറഞ്ഞു, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ജനിച്ചു വീണവനൊക്കെ, അത് മുസൽമാനായാലും ഹിന്ദുവായാലും, അവന്റെ നാടാണ് ഭാരതം. അതൊരിക്കലും ഇവിടെ ജനിച്ചു വീണവൻ ഏത് മുസൽമാനായാലും ഏത് ഹിന്ദുവായാലും അവൻ ഭാരതീയനാണ്. അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ് ഈ സ്വാതന്ത്ര്യ സമരം. വർഗീയ കലാപങ്ങൾ ശക്തി പ്രാപിച്ച ദിവസം, വർഗീയ കലാപം ആളിക്കത്തിയ സന്ദർഭത്തിൽ RSS ഏറ്റവും പ്രതിലോമകരമായ ഒരു നിലപാട് സ്വീകരിച്ചു. 47 എന്തായാലും നിലപാടെന്നറിയാമോ? അത് പാകിസ്ഥാന്റെ ലാഹോറിൽ നിന്നും കബന്ധങ്ങളും പാതി ജീവനുമായി ആയിരക്കണക്കിന് ഹിന്ദുക്കൾ ലാഹോർ വിട്ട് ഇന്ത്യയിലേക്ക് വരികയാണ്. അവിടെ മുസ്ലിം തീവ്രവാദികൾ ഹിന്ദുക്കളെ ഇങ്ങോട്ടേക്ക് അടിച്ചോടിക്കുന്നു. ഇവിടെ ഹിന്ദു തീവ്രവാദികൾ ഇവിടെയുള്ള പാവപ്പെട്ട മുസൽമാനെ പാകിസ്ഥാനിലേക്ക് അടിച്ചോടിക്കുന്നു. ഡൽഹിയിലെയും പഞ്ചാബിലെയും അതിർത്തി ഗ്രാമങ്ങളിലെയും മുസ്ലിം ദേവാലയങ്ങൾ മുഴുവൻ RSSന്റെ നേതൃത്വത്തിൽ തകർത്ത് കളഞ്ഞു. അവരുടെ ആഘോഷ പരിപാടികളെല്ലാം നിരോധനം ഏർപ്പെടുത്തി. പക്ഷേ ഇവിടെയുള്ള മഹാഭൂരിപക്ഷം മുസൽമാന്മാരും പറഞ്ഞു, ഞങ്ങൾക്ക് പാകിസ്ഥാൻ വേണ്ട, ഞങ്ങളുടെ നാട് ഇതാണ്, ഞങ്ങൾ ജനിച്ചു വീണ നാടാണ് ഈ ഭാരതം, ഞങ്ങൾക്ക് പാകിസ്ഥാൻ വേണ്ട, ഞങ്ങൾക്ക് മതരാഷ്ട്രം വേണ്ട എന്ന് അന്നത്തെ ദേശാഭിമാനികളായ മുസൽമാന്മാർ പറഞ്ഞിട്ടും വർഗീയ കലാപങ്ങൾ ഇല്ലാതായില്ല. ലക്ഷക്കണക്കായ ആളുകൾ പലായനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് RSSന്റെ കുപ്രസിദ്ധമായ പ്രസ്താവന വന്നത്. എന്തായിരുന്നു പ്രസ്താവന? അവർ പറഞ്ഞു, പാകിസ്ഥാനിൽ നിന്നും എത്ര ഹിന്ദുക്കളെ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് അടിച്ചോടിക്കുന്നുണ്ടോ അതിന്റെ ഇരട്ടി മുസ്ലിങ്ങളെ ഇന്ത്യ ഗവൺമെന്റ് നിർബന്ധമായി ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് അടിച്ചോടിക്കാൻ തയ്യാറാകണം. സന്ദർഭോചിതമായ പ്രസ്താവനയാണ്. കാരണം ജനങ്ങൾ മുഴുവനും ഹിന്ദു മുസ്ലിം സ്പർദ്ധയിൽ ജ്വലിച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ ആളിക്കത്തിക്കാൻ കഴിയുന്ന സ്റ്റേറ്റ്മെന്റാണ് RSS നടത്തിയത്. പക്ഷേ ആ സ്റ്റേറ്റ്മെന്റ് കത്തിപ്പടരാതിരുന്നത് മഹാത്മാഗാന്ധി എന്ന മഹാമേരു, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തുടങ്ങിയ ആളുകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികൾ അതിനെതിരായി ശക്തമായ നിലപാടെടുത്തിട്ട് പറഞ്ഞു, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, ഇന്ത്യ എന്ന ആശയം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഈ മഹത്തായ സ്വാതന്ത്ര്യ സമരം നാം നടത്തിയത് ഒരു മതരാഷ്ട്രം സ്ഥാപിക്കാനല്ല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെതാണ് എന്ന് അവകാശപ്പെടാനായിരുന്നുവെങ്കിൽ നാം ഈ സ്വാതന്ത്ര്യ സമരം നടത്തിയതിൽ ഒരു അർത്ഥവുമില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും RSSന്റെ നിലപാടിന് അംഗീകരിക്കാൻ കഴിയില്ല എന്ന ഉറച്ച ശബ്ദം ഇന്ത്യൻ ജനതയുടെ മുകളിൽ കൊണ്ടുവന്നത് മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി. മാത്രമല്ല, ഹിന്ദു മുസ്ലിം സ്പർദ്ധക്കെതിരായി മഹാത്മാഗാന്ധി 48 നടത്തിയ ഐതിഹാസികമായ നിരാഹാര സമരം, ആ സമരത്തിൽ മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച ആദ്യത്തെ മുദ്രാവാക്യം, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് സ്വതന്ത്ര ഭാരതത്തിൽ നടത്തിയ ഒരേ ഒരു സത്യാഗ്രഹം, ഒരേ ഒരു നിരാഹാര സമരം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഹിന്ദു മുസ്ലിം സ്പർദ്ധ അവസാനിപ്പിക്കണം. മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് ഇന്ത്യയിൽ ജീവിക്കാനും ആരാധന നടത്താനും അവിടെ മതപരമായ വിശ്വാസത്തോടു കൂടി ഭയം കൂടാതെ ജീവിക്കാനും ഇന്ത്യയിൽ അവസരമുണ്ടാകണം. മഹാത്മാഗാന്ധിയുടെ ഒന്നാമത്തെ മുദ്രാവാക്യമായിരുന്നു. അത് പറയാൻ വർഗീയ കലാപത്തിന്റെ ആണിക്കത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യത്ത് അത് പറയാൻ കഴിയുന്നത് ഒരു രാഷ്ട്രപിതാവിന് മാത്രമാണ്. അതായത് മഹാത്മാഗാന്ധി. അതേപോലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടാക്കിയ കരാർ പ്രകാരമുള്ള തുക 50 കോടി നിങ്ങൾ കൊടുക്കണം. ഇന്ത്യയിലെ ഭരണാധികാരികൾ വർഗീയ കലാപം അടിച്ചമർത്താനും ഇല്ലാതാക്കാനും വേണ്ടി പരിശ്രമിക്കണം. അത് പരിശ്രമിച്ചില്ലെങ്കിൽ സ്വതന്ത്ര ഭാരതത്തിൽ മഹാത്മാവിനായി MK ഗാന്ധി എന്ന ഞാൻ ഭക്ഷണം കഴിക്കാതെ, ജലപാനം കഴിക്കാതെ
ഞാൻ ഈ മണ്ണിൽ രക്തസാക്ഷിയാകാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ചപ്പോ ഭാരതത്തിലെ മുഴുവൻ മനുഷ്യരും കലാപത്തിന്റെ വാള് ഉറയിലിട്ടും കലാപം അവസാനിപ്പിച്ചും ലക്ഷക്കണക്കായ മനുഷ്യർ തെരുവിലേക്ക് ഇറങ്ങി. എന്തിനു വേണ്ടി? ഹിന്ദു മുസ്ലിം ബായ് ബായ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് രംഗത്തിറങ്ങി. ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ ഒത്തുകൂടി. എന്തിനു വേണ്ടി? മഹാത്മാഗാന്ധിയുടെ മുദ്രാവാക്യം അനശ്വരമാക്കണം. ഹിന്ദുക്കളും മുസൽമാന്മാരും ഒരുമിച്ച് കൂടി. സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും രംഗത്തിറങ്ങി. അപ്പോഴാണ് RSSന് മനസ്സിലായത്, ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാൻ ലഭിച്ച സുവർണാവസരത്തെ ഇതാ ഒരു സനാതന ഹിന്ദു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഭഗവത്ഗീതയെ തന്റെ ഏറ്റവും വലിയ ഗ്രന്ഥമായി കാണുന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹിന്ദു മതവിശ്വാസിയായിട്ടുള്ള ഒരു മതേതരവാദിയായ ഹിന്ദു, അദ്ദേഹം ഇതാ മഹാമേരു പോലെ RSSന്റെ ഹിന്ദു രാഷ്ട്ര സ്വപ്നത്തിന്റെ മുമ്പിൽ ഇങ്ങ് നിൽക്കുകയാണ്. ഈ നിരാഹാര സമരത്തിലൂടെ ജനലക്ഷങ്ങൾ മുഴുവൻ മഹാത്മാഗാന്ധിയുടെ പിന്നിൽ അണിനിരന്നു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ വർഗീയ കലാപത്തിനെതിരായി രാജ്യം മുഴുവനും വലിയ ക്യാമ്പയിനുകൾ നടത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ രാജ്യവ്യാപകമായി വർഗീയ കലാപം ഇല്ലാതാക്കാൻ വേണ്ടി സഞ്ചരിച്ചു. ആ നിരാഹാര സമരമാണ് ഇന്ത്യയിലെ വർഗീയ കലാപം കെട്ടടങ്ങാൻ പ്രേരിപ്പിച്ച ഘടകം. ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിലുള്ള വൈര്യം അവസാനിപ്പിച്ച ഘടകം അതായിരുന്നു. ആ സംഭവമാണ് നാഥുറാം വിനായക് ഗോഡ്സെ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത്. ഈ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന ഒരു നിമിഷവും ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ ഹിന്ദു രാഷ്ട്ര സ്വപ്നത്തിന് അന്ത്യം കുറിക്കും. അങ്ങനെ സ്വപ്നം കണ്ട ആ മനുഷ്യനെയാണ് 48 ജനുവരി മാസം 30 നാഥുറാം വിനായക് ഗോഡ്സെ വെടിവെച്ചു വന്നത്. ആ 48 രക്തസാക്ഷിത്വമാണ് വാസ്തവത്തിൽ ഇന്ത്യയിൽ ഒരു ഭരണഘടന ഉണ്ടാക്കുമ്പോൾ അതൊരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി ഇന്ത്യയെ മാറ്റിയെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവച്ചു. അത് ഉദ്ഘോഷിച്ച ഒരൊറ്റ കാര്യം, നമ്മുടെ ഭരണഘടന ഉദ്ഘോഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകിയ ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയുന്നു. ഇന്ത്യയിലെ ഓരോ മനുഷ്യർക്കും, VS സുനിൽകുമാറിനും സഖാവ് കൃഷ്ണദാസിനും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന വാസുദേവൻ മാഷ്ക്കും ഇവിടെ ഇരിക്കുന്ന മറ്റെല്ലാ സഖാക്കൾക്കും അവരവരുടെ മതത്തിൽ വിശ്വസിക്കാൻ അവകാശമുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും മതം വിശ്വാസമുണ്ട്. നമുക്ക് മതത്തിൽ വിശ്വസിക്കാതിരിക്കാൻ അവകാശമുണ്ട്. ഇന്ത്യയിലെ കോടിക്കണക്കായ ഓരോ മനുഷ്യരും മതമുണ്ടായിരിക്കും. എല്ലാവർക്കും മതത്തിൽ വിശ്വസിക്കാം. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് പ്രത്യേക മതമില്ല എന്ന് പ്രഖ്യാപിച്ച ആ ഭരണഘടന നമുക്കുണ്ടാക്കി തന്നത് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വമാണ്. ആ രക്തസാക്ഷിത്വത്തിന് കാരണമായിരിക്കുന്ന ഹീനശക്തികളാണ് ഇന്ന് തിരിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് അധികാരത്തിൽ വന്ന് മഹാത്മാഗാന്ധി സ്വപ്നം കണ്ട ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഘടകവിരുദ്ധമായി ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുന്ന ലക്ഷ്യവുമായി ഇന്ന് ഇന്ത്യ RSS ഭരിച്ചുകൊണ്ടിരിക്കുന്നു. 48 മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വം, 50 ഭരണഘടനാ നിർമ്മാണം, 52 ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായി രംഗപ്രവേശനം ചെയ്തു. എവിടെയാണ് പാളിച്ചകൾ സംഭവിച്ചത്? ഓരോ കാലഘട്ടങ്ങൾ നമ്മളെടുത്ത് പരിശോധിക്കണം. എവിടെയായിരുന്നു? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലം വരെ ഇന്ത്യയിൽ ഒരിക്കലും മതരാഷ്ട്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. മൃദു ഹിന്ദുത്വ സമീപനം ഉണ്ടായിട്ടില്ല. മതേതരത്വം അങ്ങേയറ്റം ഉയർത്തിപ്പിടിച്ചു. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ ആരംഭിച്ചിട്ടുള്ള മൃദു ഹിന്ദു സമീപനം, അധികാര രാഷ്ട്രീയം, പവർ പൊളിറ്റിക്സ് തുടങ്ങിയ ചരിത്രപരമായ ഏറ്റവും വലിയ വഞ്ചനകളാണ് RSSന് വഴിയൊരുക്കി കൊടുത്തിട്ടുള്ളത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഇന്ദിരാഗാന്ധിയും
ഇന്ദിരാഗാന്ധിക്ക് ശേഷം അധികാരത്തിൽ വന്ന രാജീവ് ഗാന്ധിയുടെ കാലത്തിലേക്ക് വരുമ്പോഴേക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഹിന്ദുത്വ അജണ്ട RSSനേക്കാൾ മുൻപേ രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി രാഷ്ട്രീയത്തിൽ പ്ലേ ചെയ്യാൻ തുടങ്ങിയത് കോൺഗ്രസ് തന്നെയാണ്. RSSന് മുമ്പ് ഇന്ത്യയിൽ നിങ്ങൾക്കറിയാം, മഹാഭാരതം പോലെയുള്ള, രാമായണം പോലെയുള്ള സീരിയലുകൾ ഇന്ത്യയുടെ ഔദ്യോഗിക ജിഹകളിലൂടെ പ്രക്ഷേപണം ചെയ്യാൻ ആരംഭിച്ചത് ഏത് കാലത്തായിരുന്നു? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് ഇന്ത്യൻ ജനതയെ ശാസ്ത്രീയമായി ചിന്തിപ്പിക്കാനും സയന്റിഫിക് ടെമ്പർ വളർത്തിയെടുക്കാനും വേണ്ടി ആഹ്വാനം ചെയ്ത ഒരു ഭരണഘടന അനുസരിച്ച് രാജ്യത്ത് വേണ്ടത് ക്ഷേത്രങ്ങളെക്കാൾ കൂടുതൽ വേണ്ടത് വ്യവസായശാലകളാണെന്ന് പറഞ്ഞ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ നേതാവ് C കേശവൻ പറഞ്ഞു, ഒരമ്പലം കത്തിയാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു പോകും എന്ന് പറയാൻ കെൽപ്പുള്ള മുഖ്യമന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്ന നാടാണ് ഭാരതം. പുരി ശങ്കരാചാര്യരെ കാണാൻ വേണ്ടി പോയ ഇന്ത്യൻ പ്രസിഡന്റിനോട് നിങ്ങൾ വ്യക്തിപരമായി വേണമെങ്കിൽ അങ്ങോട്ടേക്ക് പോകാം, പക്ഷേ ഇന്ത്യൻ പ്രസിഡന്റായി അങ്ങോട്ടേക്ക് പോകരുത് എന്ന് പ്രസിഡന്റിന്റെ വീട്ടിൽ പോയി പറഞ്ഞ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഭരിച്ച രാജ്യമാണ് ഇന്ത്യ രാജ്യം. മതത്തെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തിയ, മതത്തെയും രാഷ്ട്രീയത്തെയും കൃത്യമായ അകലം പാലിച്ച് ഇന്ത്യയുടെ മതേതരത്വം കാത്തു സംരക്ഷിച്ച ഒരു പാരമ്പര്യം നമ്മുടെ ഭാരതത്തിനുണ്ടായിരുന്നു. ആ പാരമ്പര്യത്തെ തകർത്തത് കോൺഗ്രസ് ആണ്. അതുകൊണ്ടാണ് 989-ൽ 956-ൽ നടത്തിയ RSSന്റെ അടുത്ത സെക്കൻഡ് സ്ട്രൈക്ക് എന്ന് വേണ്ടി പറയാൻ കഴിയുന്നത് 56-ൽ RSS നടത്തിയിട്ടുള്ള ബാബറി മസ്ജിദ് ഏറ്റെടുത്ത് പിന്നകത്ത് പള്ളിക്കകത്ത് രാമന്റെ വിഗ്രഹം കണ്ടു എന്ന് പറയുന്ന അവരുടെ ആദ്യത്തെ സമരമായിരുന്നു. അതിനെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒറ്റ വാക്കുകൊണ്ട് അവസാനിപ്പിച്ചു. ആ വിഗ്രഹം എടുത്ത് സരയൂ നദിയിൽ ഒഴുക്കി സാക്ഷാൽ ശ്രീരാമേന്ദ്രൻ സരയൂ നദിയിൽ അന്തർദാനം ചെയ്ത അതേ വഴിയിലൂടെ ആ വിഗ്രഹം എടുത്ത് ഒഴുക്കിക്കളയാൻ പറഞ്ഞ ആർജവം RSSന്റെ അടുത്ത സ്റ്റെപ്പിൽ അവസാനിച്ചു. 89-ൽ വീണ്ടും കുത്തിപ്പൊക്കി. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ, പിന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിയും ഒക്കെ തടഞ്ഞു നിർത്തിയ ആ ഭൂതത്തെ തുറന്നുവിട്ടത് രാജീവ് ഗാന്ധിയാണ്. 989-ൽ ബാബറി മസ്ജിദിനകത്ത് വിഗ്രഹാരാധനയ്ക്ക് അനുവാദം കൊടുത്തത് രാജീവ് ഗാന്ധിയാണ്. അന്ന് BJPക്ക് 82-ൽ രൂപീകരിക്കപ്പെട്ട ജനസംഘം ഭാരതീയ ജനതാ പാർട്ടിയായി മാറിയപ്പോ പാർലമെന്റിൽ അവരുടെ അംഗസംഖ്യ 2ആണ്. അന്ന് BJPയുടെ RSSന്റെ പ്രസിദ്ധമായ അവരുടെ വാക്ക് അല്ലെങ്കിൽ അവരുടെ പ്രചരണം കാത്തിരിക്കുക, കാത്തിരിക്കുക, പിന്നെയും കാത്തിരിക്കുക എന്നുള്ളതായിരുന്നു. 89-ൽ വിഗ്രഹാരാധനയ്ക്ക് അനുവാദം കൊടുത്തു. രാജീവ് ഗാന്ധിയുടെ 89-ലെ പ്രചരണ പരിപാടി ആരംഭിക്കുന്നത് അയോധ്യയിൽ നിന്നാണ്. അവരുടെ ഏറ്റവും വലിയ അവകാശവാദം ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ സ്വപ്നമായ രാമജന്മസ്ഥലത്ത് വിഗ്രഹാരാധനയ്ക്ക് അനുവാദം കൊടുത്ത പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത് ചരിത്രത്തിലെ ഭാഗമാണ്. മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വം കൊണ്ട് തടഞ്ഞു നിർത്തിയ ഈ ദുർഭൂതത്തെ സർദാർ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ജീവിച്ചിരിക്കുമ്പോൾ തടഞ്ഞു നിർത്തിയ ദുർഭൂതത്തെ അതിന്റെ ചെപ്പു തുറക്കാൻ തുടങ്ങിയ ഇന്ദിരാഗാന്ധിക്ക് പൊള്ളലേറ്റത് സിഖ് തീവ്രവാദത്തെ താലോലിച്ചപ്പോഴാണ്. ജീവൻ കൊടുക്കേണ്ടി വന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ മകൻ രാജീവ് ഗാന്ധി ബാബറി മസ്ജിദിനകത്ത് വിഗ്രഹാരാധനയ്ക്ക് അനുവാദം കൊടുത്തു. എന്നിട്ട് രക്ഷ കിട്ടിയില്ല. അദ്ദേഹം പരാജയപ്പെട്ടു പോയി. BP സിംഗ് അധികാരത്തിരിക്കുമ്പോ വീണ്ടും RSSന്റെ അടുത്ത സ്ട്രൈക്ക് നടത്തി. സോമനാഥ ക്ഷേത്രത്തിൽ നിന്നുള്ള രഥയാത്ര എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് കോൺഗ്രസ് ആയിരുന്നു.
മണ്ഡൽ കമ്മീഷൻ വിരുദ്ധ സമരത്തിലൂടെ ABVPയും കോൺഗ്രസും ഒന്നിച്ചുകൂടി BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയം, സവർണാധിപത്യ രാഷ്ട്രീയത്തിന് ഇന്ത്യയിലെ മിഡിൽ ക്ലാസിനകത്തേക്ക് കടന്നു കയറാൻ അനുവാദം കൊടുത്തത് മണ്ഡൽ വിരുദ്ധ സമരത്തിലൂടെ കോൺഗ്രസിന്റെ സഹായത്തോടു കൂടിയാണ്. VP സിംഗിനെ താഴെ ഇറക്കിയത് RSSും BJPയും കോൺഗ്രസും കൂടിയിട്ടാണ്. പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ നരസിംഹറാവുവിന് അധികാരം കിട്ടിയപ്പോ അവരാദ്യം ചെയ്ത് 92-ൽ ബാബറി മസ്ജിദ് പൊളിച്ചു മാറ്റാൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ വഞ്ചന നടത്തിയ 92-ലെ ആ സംഭവത്തോടു കൂടിയാണ്. 89-ൽ 92 ആകുമ്പോഴേക്കും 2 സീറ്റ് മാത്രമുണ്ടായിരുന്ന BJP UP ഭരണം പിടിച്ചു. പിന്നെ ഓരോ സ്റ്റേറ്റുകളായി പിടിച്ചു. എല്ലാ സ്റ്റേറ്റുകളും പിടിച്ചത് കോൺഗ്രസിന്റെ സ്റ്റേറ്റുകളാണ്. മതേതര അടിത്തറയിൽ ഇന്ത്യ മുന്നോട്ട് പോകുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ജനാധിപത്യ പാർട്ടികൾക്കും പങ്കുണ്ടായിരുന്നു. എന്നാൽ ഹിന്ദുത്വ രാഷ്ട്രീയം, ഫാസിസ്റ്റ് രാഷ്ട്രീയം വിത്തുപാകി മുളയ്ക്കുമ്പോൾ അതിന് വളവും സാഹചര്യങ്ങളും എല്ലാം ഒരുക്കി കൊടുക്കാൻ കോൺഗ്രസിന്റെ ഗാന്ധിജി നെഹ്റു നയങ്ങൾക്ക് വിരുദ്ധമായി അധികാര രാഷ്ട്രീയത്തിന് വേണ്ടി മതേതരത്വത്തെ മറന്നുകൊണ്ട് മൃദു ഹിന്ദു സമീപനം സ്വീകരിച്ചതിന്റെ തിക്തഫലമാണ് ഇന്ന് നാം എത്തി നിൽക്കുന്ന ഫാസിസ്റ്റ് അധികാരാരോഹണത്തിലേക്ക് വന്നു ചേർന്ന് നിൽക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓരോ കാലഘട്ടങ്ങളിലും ഇതിനെ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ മലപ്പുറം ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിയും എന്ന വിശ്വാസത്തോടു കൂടി ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ സഹാക്കളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.